കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സ്വപ്നം അതിന്റെ പടിവാതിൽക്കൽ വരെ എത്തി നിൽക്കുക ഞാൻ. ആ നശിച്ചവൾ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും ഡിവോഴ്സ് നടക്കും. ഭാമാന്റെ അവളെ വിടില്ല. പിന്നെ വിഷ്ണുവേട്ടൻ എനിക്ക് മാത്രം സ്വന്തം. കെട്ട് കഴിഞ്ഞോ? ഇല്ല, വിഷ്ണുവേട്ടൻ എത്തുന്നേ ഉള്ളൂ. വിഷ്ണുവേട്ടൻ ഞൊട്ടു. പരിപാടിയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു സുസ്മിത. പക്ഷേ നീ ഇങ്ങനെ സ്വപ്നം കണ്ട് സമയം പാഴാക്കണ്ട. നടക്കുന്നത് മാത്രമേ ഞാൻ സ്വപ്നം കാണാറുള്ളൂ. നീയേ നടക്കൂ വിഷ്ണുവേട്ടന്റെ പിന്നാലെ. നിന്റെ സ്വപ്നം നടക്കില്ല സുസ്മിത. എന്തിനാടി നീ എന്നെ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കുന്നേ? നീ സ്വപ്നം കണ്ടോ, പക്ഷേ അത് ശാലിനിയുടെ ചെലവിൽ വേണ്ട. ഞാൻ ഏത് സ്വപ്നം കാണണമെന്ന് നീയാണോ തീരുമാനിക്കുന്നേ? തൽക്കാലം അതെ സുസ്മിത. വിഷ്ണുവേട്ടൻ മാത്രമല്ല, ഈ വീട് പോലും നിനക്കിനി ഒരു സ്വപ്നം മാത്രം ആവാൻ പോവാ. ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊണ്ടൊന്നും എന്റെ കുഞ്ഞിക്കിനാവ് കാണണ്ട. ആ മാവ് പൂക്കാൻ പോകുന്നില്ല. ശാലിനി സത്യം തുറന്നു പറയുന്നത് വരെ മാത്രമേ ഉള്ളൂ നിന്റെ ഇവിടത്തെ കുടിപ്പാർപ്പ്. അത് കഴിഞ്ഞ ശാലിനി തന്നെ നിന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കും. മൊത്തം പല്ലും കടിച്ചു പൊട്ടിക്കണ്ട. ശാലിനിക്ക് അടിച്ചു പൊഴിക്കാൻ കുറച്ച് ബാക്കി വെക്കണേ. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കുന്നെങ്കിൽ വരാം. സുസ്മിതേ. എന്താ ചേച്ചി, കുറച്ചു നാളായിട്ട് വിളിയും പറച്ചിലൊന്നും ഇല്ല. ഇവിടുത്തെ സാഹചര്യം ഇത്തിരി മോശം മോളെ. ഇത്രയും നാള് ഒരു അടിമയെ പോലെ എന്റെ കാൽ ചുവട്ടിൽ കിടന്നിരുന്ന ഗോപാലേട്ടൻ പത്തി വിരിച്ചു തുടങ്ങി. ശാരദയ്ക്കും മക്കൾക്കും എതിരെ എന്തെങ്കിലും നീക്കം നടത്തിയ അങ്ങേരെ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ചേച്ചി ഇത്രയ്ക്ക് ഭീരുവാണോ? എടി പുലി പതുങ്ങുന്നതേ
ചുമ്മാ ഊള ഡയലോഗ് ഒന്നും പറയാതെ ചേച്ചി പ്രവർത്തിച്ച് കാണിക്ക്. ആണിനെ വരുതിക്ക് നിർത്താൻ പറ്റാത്ത പെണ്ണിനെ എന്തിനു കൊള്ളാം, പ്രത്യേകിച്ചും ഭർത്താവിന്. എന്റെ അമ്മയുടെ മുന്നിൽ പേടിയോടെയും ഭയഭക്തി ബഹുമാനത്തോടെയും അല്ലാതെ എന്റെ അച്ഛൻ നിൽക്കുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അമ്മ വീട്ടിലുണ്ടെങ്കിൽ അമ്മയാ എല്ലാം. അച്ഛൻ വീട്ടിലുണ്ടെന്ന് പോലും അറിയില്ല. ആ അങ്ങനൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു. നഷ്ടപ്പെട്ട പ്രതാപം പതിയെ തിരിച്ചു പിടിക്കണം. ചേച്ചി ഈ സമയത്ത് ഡൗൺ ആയത് ഭയങ്കര കഷ്ടമായിപ്പോയി. എന്തെല്ലാം നല്ല മുഹൂർത്തങ്ങളാ ചേച്ചിക്ക് നഷ്ടമായിപ്പോയെന്നറിയോ? ആ അതേതാ അത്ര നല്ല മുഹൂർത്തം? അത് കേട്ടാലേ ചേച്ചി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അങ്ങനെ ഞാൻ തുള്ളിച്ചാടണമെങ്കിൽ ശാലിനിയുടെയും ശാരികയുടെയും താലിച്ചരട് പൊട്ടണോടി. ശാരദാമ്മയുടെ കണ്ണീരടങ്ങരുത്. ശാരികയുടെ കാര്യം എനിക്കറിയില്ല. ശാലിനിയുടെ താലിച്ചരട് ഏതാണ്ട് പൊട്ടാറായിരിക്കുക. ഏ സത്യാണോ നീ പറയുന്നേ? ചേച്ചി കേൾക്ക്, സിനിമയെ പോലും വെല്ലുന്ന ട്വിസ്റ്റാ ഇവിടെ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. ഞാനാ പ്രഗ്നന്റ്. ശാലിനിക്കും വിഷ്ണുവിനും ഇടയിൽ ഇതുവരെ ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടായിട്ടില്ല. സത്യം? ശാലിനിക്ക് ഗർഭോ? വിഷ്ണു അവളുടെ ദേഹത്ത് തൊട്ടിട്ടുമില്ല. അടിച്ച് പുറത്താക്കിയില്ലേ ആ പാഴിനെ അവിടുന്ന്? എപ്പോഴേ പുറത്താക്കി. അതല്ലേ ഞാൻ പറഞ്ഞേ, ചേച്ചിക്ക് പല സുന്ദര മുഹൂർത്തങ്ങളും നഷ്ടമായെന്ന്. അപ്പോ ശാലിനി പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ശാരദാമ്മയുടെ വീട്ടിലേക്ക് മടങ്ങി. ആടിപ്പൊളി. ഇത്രയും നല്ല അവസരം കിട്ടിയിട്ടും കയ്യോട് ഡിവോഴ്സ് വാങ്ങിക്കാത്ത എന്താ സുസ്മിത? ആ അതിന് തന്നെയാ ശ്രമം. മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് കിട്ടുമല്ലോ എന്ന് കരുതി. പക്ഷെ അവൾ ഒപ്പിടാൻ തയ്യാറാകുന്നില്ല. അതിന് വിഷ്ണു ഒപ്പിട്ടോ ഡിവോഴ്സ് പെറ്റീഷനിൽ? അതൊക്കെ ഒപ്പിച്ചെടുത്തു. ഡിവോഴ്സ് ഒന്ന് വേഗത്തിലാക്കി കിട്ടാൻ ചേച്ചി എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്നെ കൊണ്ട് എന്ത് ഹെൽപ്പാ വേണ്ടെന്ന് എന്റെ പൊന്നു പറ. എനിക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്ത് തന്ന എന്റെ മോൾ ഇപ്പൊ അടുത്തുണ്ടായിരുന്നെങ്കിലേ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നേനെ. ഉമ്മയല്ല എനിക്ക് ആവശ്യം, ചേച്ചിയുടെ നാവാ. നാവോ? ആ അതിന് ഉറുമിയുടെ മൂർച്ചയാന്നാ അനുഭവ പരിചയമുള്ളവർ പറയുന്നത്. അതെനിക്കൊന്ന് കടവായിട്ട് വേണം. മനസ്സിലായില്ല. സത്യഭാമയുടെ മരുമകൾ ശാലിനിക്ക് അവിഹിത ഗർഭം. സത്യം തിരിച്ചറിഞ്ഞ സത്യഭാമ അവളെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി. ഈ വാർത്ത പാണന്റെ പാട്ട് പോലെ പരക്കണോ ഈ നാട്ടിൽ? അത് ഞാൻ ഏറ്റു. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരിഹാസ ശരങ്ങൾ സത്യഭാമയുടെ കാതിലെത്തണം. അവരീ നാട്ടിൽ നാണം കെട്ട് നാറണം. അപ്പോഴേ ശാലിനിയും വിഷ്ണുവേട്ടനുമായിട്ടുള്ള ബന്ധം പിരിക്കാനുള്ള ചൂട് കൂടും. നിന്റെ തല നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട് മോളെ. അതിലാ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നെ. ഇതുകൊണ്ട് ചേച്ചിക്കുള്ള ഗുണം എന്താന്ന് വെച്ചാ ശാരദയുടെ കണ്ണീര് തോരില്ല എന്നുള്ളതാ. അവരുടെ കണ്ണീര് തോരാൻ പാടില്ല. അതിനു വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് തന്നെ. അതിനു വേണ്ടി. എന്നാലേ മടിച്ചിരിക്കാതെ വേഗം പണി തുടങ്ങിക്കോ ചേച്ചി. ഞാൻ വെക്കാണേ. ഞാൻ ഏറ്റുമോളെ. കഴിക്കുന്നില്ലേ? ഞാൻ പുറത്തേക്കൊന്ന് പോവുക. പുറത്തുനിന്ന് കഴിച്ചോളാം. ഞാൻ വിഷമൊന്നും കലക്കിയിട്ടില്ല ഫുഡില്. വിഷം ഫുഡിൽ തന്നെ വേണമെന്നില്ല, നാവിലുണ്ടായാലും മതി.
കേട്ടിട്ടുണ്ടാവോ? ആ, കേട്ടെങ്കി നന്നായി പോയി. അറിയട്ടെ മകളുടെ ഗുണവിശേഷം. എത്രേ? 100 രൂപ. കുഞ്ഞിച്ചി എന്തിനാ തിരിച്ചു പോകുന്നത്? അവരെ വിളിച്ചത് ഇവളെ തിരികെ സ്വീകരിക്കാനൊന്നും അല്ലടി. ബന്ധം ഒഴിയാൻ ഒപ്പിട്ട് കൊടുക്കാനാ. എന്താ ഇത്? എടോ, സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാൻ ഇതൊരു അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോഴും അതിനൊന്നും പറ്റില്ല. തൊട്ടപ്പുറത്തെ അമ്മമ്മനുണ്ടാവും. കണ്ടോ, എന്റെ സാരിയൊക്കെ ആകെ വൃത്തികേടാക്കി. ഓ, ഇത് കേട്ടാ തോന്നും ഞാൻ ഇയാളുടെ സാരിയിൽ ചാണകവെള്ളം തളിച്ചെന്ന്. ചാണകവെള്ളം തളിക്കണമെന്നൊന്നുമില്ല. വൃത്തിയായി സാരി ഉടുക്കുന്നതാ പെണ്ണിന്റെ അഴക്. കണ്ടില്ല, ആകെ അലങ്കോലമായി. അതൊരു പ്രശ്നമാക്കണ്ട. ഞാൻ ഉടുപ്പിച്ചേരാ സാരി. അയ്യടാ, അങ്ങനെ ഇപ്പൊ വേണ്ട. ഇയാൾ പെട്ടെന്ന് ഇറങ്ങ്, ഫംഗ്ഷന് സമയമായി. വാ. അതെ, ഒരുപാട് ആളുണ്ടാവും അവിടെ. കോളേജിലെ എന്റെ സഹപ്രവർത്തകര്, പിന്നെ ഏറ്റവും അടുത്ത ചില ഫ്രണ്ട്സും, അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ചേർത്ത് ഒരു ഏറിയ 50-60 പേര്. ഞാൻ ഇങ്ങനത്തെ ചടങ്ങിനൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് ഒരു പേടിയുണ്ട്. എടോ, നമ്മളവിടെ പോയെന്ന് നിന്നു കൊടുത്താ മതി. കല്യാണം കഴിഞ്ഞപ്പോ മുതൽ ഫ്രണ്ട്സിന്റെ നിർബന്ധം ആ പാർട്ടി വേണമെന്നുള്ളത്. നമ്മളാണെങ്കിൽ 1 കിലോ ചോറ് കല്യാണത്തിന് ആർക്കും കൊടുത്തതുമില്ല. അവരുടെയൊക്കെ കല്യാണത്തിനും മക്കളുടെ നൂലുകെട്ടിനൊക്കെ പോയിട്ട് മൂക്കുമുട്ട തിന്നിട്ട് പാർട്ടി തരില്ലെന്ന് പറയാൻ പറ്റുമോ? ഈ ഫംഗ്ഷൻ ഹോട്ടലിലെ ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് ഫുഡിന്റെ കാര്യമൊക്കെ അവർ നോക്കിക്കോളും. ആരെങ്കിലും ഗിഫ്റ്റോ മറ്റോ കൊണ്ടുവന്നാ അത് വാങ്ങിച്ച് വെക്കുക, അത്രേ ഉള്ളൂ നമ്മുടെ ജോലി. അല്ല, താനെന്താ വേറെ ആഭരണങ്ങളൊന്നും ഇടാത്തെ? ആ, അത് ഞാൻ പറയാൻ മറന്നു. ആഭരണങ്ങള് ആന്റി വാങ്ങി വെച്ചിരിക്കുക. എന്തിന്?
ചുറ്റും കള്ളന്മാരാണത്രേ. ആന്റിയുടെ മുറിയിൽ അടച്ചുറപ്പുള്ള അലമാരുണ്ടെന്ന്. ശരി, ഒരു കാര്യം ചെയ്, താൻ പോയിട്ട് അത്യാവശ്യത്തിനുള്ള ആഭരണങ്ങൾ വാങ്ങിച്ചോണ്ട് വാ. ഇങ്ങനെ എങ്ങനെ റിസപ്ഷന് പോയി നിൽക്കുന്നേ? ഞാൻ എങ്ങനെയാ സർ? എടോ, ഇയാളുടെ സ്വന്തം സ്വർണ്ണമാണത്. എന്നാലും ശരി, എങ്കിൽ ഞാൻ തന്നെ ചോദിക്കാം. അമ്മേ, അമ്മേ, അല്ല, ശാരികയുടെ കുറച്ച് ആഭരണങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. അത് അമ്മ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതെ, അതിൽ പരാതി വല്ലതും ഉണ്ടോ നിനക്ക്? പരാതി ഒന്നുമില്ല. അതിൽ നിന്ന് കുറച്ച് ആഭരണങ്ങൾ എടുത്ത് കൊടുക്കണം. എന്തിന്? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഞങ്ങളുടെ മാരേജ് റിസപ്ഷനാ ഇന്ന് ഹോട്ടൽ ഇന്ത്യവരത്ത് വെച്ച് നടക്കുന്നേ. ശാരികയായിരിക്കും എല്ലാവരുടെയും സെന്റർ ഓഫ് അട്രാക്ഷൻ. അവിടേക്ക് എങ്ങനെയാ ഇങ്ങനെ? അത് നിന്റെ അഭിപ്രായമാണോ അതോ ഇവളുടെയോ? പറയടാ, ആരുടെയാ? ഇവളുടെ തല ചാരണ്ട, ഞാൻ തന്നെ ചോദിച്ചതാ. ആഭരണത്തിനൊന്നും വലിയ കഴമ്പുണ്ടായിട്ടല്ല. ലെക്ചർ രാജീവ് രംഗനാഥന്റെ ഭാര്യയ്ക്ക് അതിന്റെ ആവശ്യവും ഇല്ല. പക്ഷേ അമ്മ കുറച്ച് കഷ്ടപ്പെട്ട് സമ്പാദിച്ചല്ലേ ഇത്. അപ്പൊ അവൾ അത് ഇട്ടോണ്ട് നടക്കട്ടെ എന്ന് കരുതി. ഇവളോട് കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ ആഭരണങ്ങൾ വാങ്ങിയത്. അപ്പോ അവളതിൽ വിസമ്മതമൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോഴും ആരും വിയോജിപ്പൊന്നും പറയുന്നില്ല. ആ 30 പവനീന്ന് ഒരു മാലയും 2 3 വളയും കൊടുക്കാനേ പറയുന്നുള്ളൂ. ആ, അതിന്നൊരു മൊട്ടുകമ്മല് പോലും അമ്മ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം സുരക്ഷിതമായി ബാങ്കിന്റെ ലോക്കറിലുണ്ട്. സമയം വൈകിന്നല്ലേ പറഞ്ഞു. സാർ വാ, പോയിട്ട് വരാം ആന്റി. അമ്മാവാ. ഓ സാർ വാ. സാർ, നമുക്ക് ഈ ബൈക്ക് മതി. ബൈക്കിലാവുമ്പോ എനിക്ക് സാറിനോടൊപ്പം ചേർന്നിരിക്കാമല്ലോ. ഈ നാടിന്റെ കാറ്റും വെളിച്ചവും ഒക്കെ കൊണ്ട് സാറിനോട് ചേർന്നിരിക്കുന്നതിന്റെ സുഖം ഇതിനുള്ളിൽ AC ഇട്ടിരുന്നാ കിട്ടില്ല. പിന്നെ 4 ആള് കാണട്ടെ കുടുംബശ്രീ ശാരദയുടെ മോളുടെ ഭർത്താവിനെ.